ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെൻറ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ജോബ് അപ്ഡേറ്റുമായിട്ട് തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് വിളിക്കുന്ന ജോബ് അപ്ഡേറ്റുമായിട്ട് തന്നെയാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ നോക്കുന്നത് RRC സദേൺ റെയിൽവേയുടെ റിക്രൂട്ട്മെൻ്റ് ആണ്. നമ്മുടെ സദേൺ റെയിൽവേ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് 2024. നോർമലി നമ്മൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ എക്സാം എഴുതി കയറുന്ന ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ സദേൺ റെയിൽവേ നടത്തുന്ന ഈ ഒരു ബസ് കുറച്ച് വാക്കൻസിയിലായിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്. അപ്പോൾ അത് വിളിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അത് വിളിക്കുന്നത് നോർമലി നമ്മൾ എക്സാം ഒന്നും എഴുതാണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള, അതായത് നമ്മുടെ മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു വളരെ നല്ലൊരു ചാൻസ് ആണ്. ഇങ്ങനെ ഈ ഒരു ട്രേഡൊക്കെ പഠിച്ചിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതൊരു പ്രത്യേക ഗുണം ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ നീട്ടിക്കേണ്ട, എന്താണ് വീഡിയോ എന്ന് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ RRC സദേൺ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് 2024 ആണ് നമുക്ക് പറയാനുള്ളത്. RRC എന്ന് പറഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് സെല്ലാണ്. അവർ നടത്തുന്ന സദേൺ റെയിൽവേയിൽ, സദേൺ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു സദേൺ, നമ്മൾ കേരളം ഉൾപ്പെടുന്ന സദേൺ റീജിയനിൽ വരുന്ന കുറച്ച് പോസ്റ്റുകളാണ് ഈ പറയുന്നത് കേട്ടോ. കുറച്ച് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ പോസ്റ്റ് നെയിം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്രന്റീസ് പോസ്റ്റ് ആണ് കേട്ടോ. അപ്രന്റീസ്ഷിപ്പിൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത് അപ്രന്റീസ് പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് ജൂലൈ 22-നും ഓഗസ്റ്റ് 12-നുമാണ്. അപ്പോൾ ജൂലൈ 22-ന് എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് 12 അത് ആരും മറക്കണ്ട. ഓഗസ്റ്റ് 12 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി കണ്ട് തീർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്താൽ ഉപയോഗം ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഓഗസ്റ്റ് 12-ന് മുമ്പ് തന്നെ നിങ്ങളെ ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th +2 ITI. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. നമുക്കിപ്പോൾ ഡിഗ്രി ഒന്നും എടുക്കാണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ എന്ത് ജോലി ചെയ്യണമെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനിലാണ് അവരൊക്കെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ 10th കഴിഞ്ഞവർക്കും +2 കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ITI പഠിച്ചവർക്കും ഒക്കെ വളരെ ഒരു ചാൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി പോലെയാണ് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഫിറ്റർ പോസ്റ്റാണ്. നിങ്ങളിപ്പോൾ ട്രേഡൊക്കെ പഠിച്ച അല്ലെങ്കിൽ ITI ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ ഫിറ്റർ, വെൽഡർ, അതുപോലെ തന്നെ MLT മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, പോസ്റ്റ് എടുത്ത് പറഞ്ഞ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ക്വാളിഫിക്കേഷൻ പറഞ്ഞല്ലോ 10th +2 ITI. ഫിറ്ററിനാണെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ മതി എന്നാണ് പറയുന്നത് കേട്ടോ. ഫിറ്ററിനാണെങ്കിൽ എന്തിൻ്റെ ക്വാളിഫിക്കേഷൻ, 10th ക്വാളിഫിക്കേഷൻ വിത്ത് 50% മാർക്കാണ് കേട്ടോ നമ്മൾ പറയുന്നത്. 50% മാർക്കെങ്കിലും നിങ്ങൾ മിനിമം വാങ്ങിക്കണം. കാരണം ഇത് മെറിറ്റ് ലിസ്റ്റിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എക്സാം ഇല്ല, ഒരു റിട്ടേൺ എക്സാമിനേഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഇത്രയും നാൾ വാങ്ങിച്ച ഒരു മാർക്ക് കാണുമല്ലോ, 10 +2 അതുപോലെ തന്നെ ITI, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ മാർക്ക് സ്കോർ നോക്കുന്നത്. നിങ്ങൾക്ക് ഒരു 70% മാർക്കുണ്ട് അല്ലെങ്കിൽ ഒരു 60% മാർക്കുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണ്. നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് ഇപ്പോൾ എന്ത് വെറുതെ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യും, വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ഫിറ്ററിനൊക്കെ എന്താണ് 10th ക്ലാസ് മിനിമം ഒരു 50% മാർക്കുള്ളവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെൽഡറിൻ്റെ കാര്യം വരുന്നത് ഗ്യാസും ഇലക്ട്രിക്കിൻ്റെയൊക്കെ വെൽഡിങ് ആയിട്ടുള്ള സംഭവമാണ് പറയുന്നത്. 10th ക്ലാസ് വിത്ത് മിനിമം ഇതേ മാർക്ക് തന്നെയാണ്, 50% മാർക്ക് മതി. അതിന് കൂടുതലുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, നല്ലപോലെ എന്താണ് ചാൻസ് ഉണ്ട്, കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഏകദേശം ഒരു 60-70% ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക, കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ മിനിമം 50 ആണ് പറയുന്നതെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ ഉയർന്ന് നിൽക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നത് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസ് ആണ്. MLT പഠിക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒന്ന് നിങ്ങൾ MLTൻ്റെ ഒരു പേപ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് 12th ക്ലാസ്. 12ാം ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 12ാം ക്ലാസ്സിൽ നിങ്ങൾ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനാണ് പറയണം. ഒന്ന് MLT നിങ്ങൾ ഒരു പേപ്പറായിട്ട് പഠിച്ചവരായിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങളുടെ +2 സിലബസിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ഒരു കണ്ടീഷനെ പറയുന്നുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ 10 +2 സിസ്റ്റത്തിലാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവർക്കാണെങ്കിൽ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാം, മെഡിക്കൽ ലാബ് ടെക്നീഷ്യന്. അതുപോലെ വെൽഡറിനാണെങ്കിൽ 10ഉം ഫിറ്ററിനും 10 ആണ് പറയുന്നത്. അതുകൊണ്ടാണ് ഏജ് ലിമിറ്റ് നമുക്ക് വരുന്നത് കണ്ടോ. 10ാം ക്ലാസ്സിൻ്റെ ഒരു മിനിമം ഏജ് ആണ് പറയുന്നത്. കാരണം നമ്മൾ 15 വയസ്സല്ലേ 10ാം എന്ന് വെച്ചാൽ SSLC കഴിഞ്ഞവരൊക്കെ നിൽക്കുന്നവരെന്ന് വെച്ചാൽ 15 വയസ്സ്. അതുകൊണ്ട് മിനിമം ഏജ് 15 വയസ്സും മാക്സിമം ഏജ് വരുന്നതെന്ന് പറഞ്ഞാൽ 22 ഇയേഴ്സുമാണ്. 22 വയസ്സ് വരെ മാക്സിമം പറയുന്നുണ്ട്. എന്നിട്ട് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ഇൻ ITI ആണെങ്കിൽ, നിങ്ങളുടെ ITIയിലും കൂടെ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്, 24 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
അങ്ങനെയുള്ളവർക്കാണെങ്കിൽ 24. ITA പഠിച്ചവരും കൂടെ ആണെങ്കിൽ ട്രേഡിലെ ITA പോലത്തെ സബ്ജക്ട് അങ്ങനെ പഠിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 24 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 24 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആലോചിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് SC STക്ക് ആയാലും OBCക്ക് ആയാലും റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ അഡീഷണൽ കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മിനിമം 15 പറയുന്നുണ്ട്, മാക്സിമം 22 പറയുന്നുണ്ട്. ITA പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 24 വയസ്സ് വരെ സമയമുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു റിലാക്സേഷനും കൂടെ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ 10 +2 IT ഉള്ളവർക്കാണ് ഈ ചാൻസ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ സെലക്ഷൻ വരുന്നത് എങ്ങനെയാ, സെലക്ഷൻ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു, എക്സാം ഇല്ലാണ്ടാണ് നമ്മൾ ഈ ഒരു നമ്മൾ ക്വാളിഫൈ ആവുന്നത്. അപ്പോൾ എങ്ങനെ ക്വാളിഫൈ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മെറിറ്റ് ബേസ്ഡ് ആണ്. മെറിറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ്സിലെ നിങ്ങൾ എന്ത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്തത്, കാരണം ഇത്രയും പോസ്റ്റേഴ്സ് അവർ പറയുന്നുണ്ട്, ഇതിനേക്കാളും കൂടുതൽ പോസ്റ്റ് പറയുന്നുണ്ട്. ഒരു മിനിമം നമ്മൾ അറിയാവുന്ന പേര് വെച്ച് പറയുകയാണെങ്കിൽ ഫിറ്റർ ഉണ്ട്, വെൽഡർ ഉണ്ട്, മെക്കാനിക് ഉണ്ട്. മെക്കാനിക് ഉണ്ട് AC റിപ്പയറിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇലക്ട്രിക്കലി എന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യനും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യനും മെക്കാനിക്കും ഇങ്ങനെ പ്ലംബിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പോസ്റ്റുകളാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, അത് MLT സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളാണ് പറയുന്നത്. ഈ കാർഡിയോ അങ്ങനെ എന്തൊക്കെയോ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഫിറ്ററിനുണ്ട്, വെൽഡറിനുണ്ട്, മെക്കാനിക്കിനുണ്ട്, ഇലക്ട്രീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറിസ്റ്റ്, സ്പെഷ്യൽ MLT ബേസ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജോബ് കൊടുക്കുന്നുണ്ട്. സെലക്ഷൻ വരുന്നത് അപ്പം ഞാൻ മെറിറ്റ് ബേസ് ആണെന്ന് പറഞ്ഞു, നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിൻ്റെ നിങ്ങളുടെ യോഗ്യത അനുസരിച്ചിട്ടായിരിക്കും, നിങ്ങൾ എത്ര മാർക്ക് മേടിച്ചു എന്നുള്ള രീതിക്കായിരിക്കും. 10ന്റെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ 10ന് എത്ര മാർക്ക് നിങ്ങൾ ബാക്കിയുള്ളവരെ എന്ന് വെച്ചാൽ എത്ര പേര് അപ്ലൈ ചെയ്യുന്നോ അവരെ വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് എത്രാം സ്ഥാനത്ത് നിൽക്കുന്നു, അങ്ങനെയാണ് നിങ്ങളുടെ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. ഏറ്റവും നല്ല മാർക്കുള്ളവർ ഫ്രണ്ടിൽ നിൽക്കും, അല്ലാത്തവർ എന്ത് ചെയ്യും, ബാക്കിൽ നിൽക്കും. ആ ഒരു രീതിക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് എന്തുണ്ട്, നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. കാരണം നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ, നിങ്ങളുടെ മെറിറ്റ് ബേസ്ഡ് ലിസ്റ്റ് ഒക്കെ നിങ്ങൾ SSLC ഒക്കെ കാണിക്കാൻ പറയും. നിങ്ങളുടെ OBC ആണോ അല്ലെങ്കിൽ നിങ്ങൾ SC ST ആണോ ജനറൽ ആണോ ആ കാറ്റഗറി കാണിക്കുന്നത്, അങ്ങനത്തെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഏതെന്ന് പറയുന്നത് ഈ സെലക്ഷൻ സമയത്ത് നടത്തുന്നത്. പിന്നെ ലാസ്റ്റ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ, അത് ചെറിയൊരു മെഡിക്കൽ എക്സാമിനേഷൻ ആണ്, വലിയ അത്രയും തീവ്രമായ നമ്മൾ നോർമലി കാണുന്ന ഒരു മെഡിക്കൽ എക്സാമിനേഷൻ അല്ല. കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ നമ്മുടെ പ്രഷർ, ടെൻഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നതും അങ്ങനത്തെ നമ്മുടെ ഹെൽത്തിൻ്റെ പരമായിട്ട് നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു ഫിറ്റ്നസ് നമുക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു സംഭവമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയ ഒരു ഇതല്ല. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കുക. ഇത്രയും ജോബിലേക്കാണ് അവർ കാറ്റഗറൈസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെലക്ഷൻ വരുന്നത് ഈ ഒരു ഓർഡറിലാണ്, മെറിറ്റ് ബേസ്ഡ്, ഡോക്യുമെൻറ്റ്, മെഡിക്കൽ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമ്മുടെ വാക്കൻസീസ് നോക്കുവാണെങ്കിൽ 2438 എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 2000-ൽ പരം വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 2000-ൽ പരം വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും വാക്കൻസിയിലേ ഉള്ളൂ, അങ്ങനെ വിചാരിക്കേണ്ട. കാരണം നമ്മുടെ സ്റ്റേറ്റ് നമുക്കിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തമിഴ്നാടിന് മൊത്തം അപ്ലൈ ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് മൊത്തം അപ്ലൈ ചെയ്യാം, അതായത് കേരളയ്ക്ക് മൊത്തം അപ്ലൈ ചെയ്യാം, അതുപോലെ യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി, കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇത്രയും സ്ഥലങ്ങളെ നിങ്ങൾക്ക് പറയുന്നുള്ളൂ, യൂണിയൻ ടെറിട്ടറി ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ് ഐലൻഡ്സ്. അപ്പം ലക്ഷദ്വീപിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ മനസ്സിലാക്കണം. ലക്ഷദ്വീപ് മലയാളീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്ന് ആലോചിക്കുക. ഇനി അടുത്തത് 2 ഡിസ്ട്രിക്ട്സ് ഓഫ് AB. അരുണാചൽ പ്രദേശിൽ ആകെ ഇത് രണ്ടേ പറയുന്നുള്ളൂ, നെല്ലൂരും ചിറ്റൂറും ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞ് കർണാടകയിലെ ഒരു ഡിസ്ട്രിക്റ്റ്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോമ്പറ്റീഷൻ തമിഴ്നാടും അതുപോലെ തന്നെ കേരള, നമ്മുടെ ഈ നമുക്കും അതുപോലെ തന്നെ പുതുച്ചേരി ഇതുപോലത്തെ യൂണിയൻ ടെറിട്ടറീസിനുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ സദേൺ റീജിയനിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉള്ളത്. അപ്പോൾ 2438 വാക്കൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് അവിടെ. അത് ആലോചിച്ച് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക, നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മുടെ സദേൺ റെയിൽവേ സോണായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും സോണിൻ്റെ അകത്തായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ജോലി കിട്ടുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മുടെ കേരളയ്ക്ക് എന്തുണ്ട്, പ്രത്യേകം ഒരിത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി എന്താ, ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളിലേക്കാണ് നമുക്ക് പോസ്റ്റിംഗ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട തമിഴ്നാട് കേരള ബേസിലാണ് ശരിക്കും പറഞ്ഞാൽ ജോലി വരുന്നത്. പോഡ്നാവൂർ, കോയമ്പത്തൂരിൽ ജോലി വരുന്നുണ്ട്, പേരാമ്പൂരിൽ ജോലി വരുന്നുണ്ട്. പേരാമ്പൂരിലാണ് മെയിൻ ഒട്ടുമിക്ക
ജോലീസും വരുന്നത് കേട്ടോ. 380 വാക്കൻസി ഒക്കെ അവിടെ തന്നെ ഉണ്ട്. കാരേജ്, വാഗൺ വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ, കാരേജ് ട്രക്കൊക്കെ ഓടിക്കാനായിട്ടൊക്കെ ഉള്ള സംഭവങ്ങൾ, കാർഗോ ഒക്കെ കൊണ്ടുപോകാനൊക്കെ ഉള്ള വർക്ക്സ് പാരാമ്പൂരിലുണ്ട്. അത് കഴിഞ്ഞ് ITI സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് കോയമ്പത്തൂരിൽ പ്രത്യേകം വാക്കൻസി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരുവനന്തപുരം ഡിവിഷനിലും വാക്കൻസി 145 പറയുന്നുണ്ട്. സേലം ഡിവിഷനിലും 222 വാക്കൻസി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ഡിവിഷനിലും 285 വാക്കൻസി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കേരളയിൽ തന്നെ ഇത്രയും വാക്കൻസീസ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്തെന്ന് പറഞ്ഞൊന്നും നഷ്ടപ്പെടാനില്ല. കാരണം നിങ്ങൾക്ക് കൊടുത്തിടാമല്ലോ നിങ്ങൾക്ക്. കാരണം ഒരു 100 ആണ് എനിക്ക് ഒന്ന് ജനറൽ, OBC അങ്ങനെയുള്ളവർക്ക് മാത്രം 100, ബാക്കി ഫീമെയിൽസിനൊന്നും പൈസ പോലും ഇല്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു എന്താണ് കുറച്ച് പേര് നമുക്കൊരു ലക്ക് പരീക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്തിടാന്നുള്ളതേ ഉള്ളൂ. അപ്പം അത്രയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും ഒരു വേക്കൻസി ലിസ്റ്റ് പറയുന്നുണ്ട്, 2438 വാക്കൻസീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങളിലാണ് കിട്ടാൻ പോകുന്നത്. പേരാമ്പൂർ, നമ്മുടെ ഈ ഒരു തമിഴ്നാട്, അതുപോലെ തന്നെ നമ്മുടെ കർണാടക, അതുപോലെ തന്നെ നമ്മുടെ ഈ കേരള ഭാഗത്താണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് തന്നെ ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പം അത് നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. വെബ്സൈറ്റ് വരുന്നത്, അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെയാണ് പോയി ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ sr.indianrailways.gov.in ചെല്ലുക. ആ വെബ്സൈറ്റിൽ കയറി ലിങ്കിൽ കയറിയാൽ മതി കേട്ടോ. SR എന്ന് പറഞ്ഞാൽ സദേൺ റെയിൽവേ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ലിങ്ക് നിങ്ങൾ വെബ്സൈറ്റ് അടിച്ചു കൊടുക്കും. അപ്പോൾ ആ വെബ്സൈറ്റ് വരും. അത് ഓപ്പൺ ആയി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം താഴെ കാണും. അതിൻ്റെ ആ ഒരു ഹെഡിങ്സ് ആയിട്ട്, ടൈറ്റിൽസ് ആയിട്ട് കുറച്ച് കാണും. ആക്ട് അപ്രൻറ്റീസ് 2024-25 എന്ന് പറയുന്ന ഇങ്ങനെ ഒരു സാധനം തന്നെ കാണും കേട്ടോ. ഈ ഒരു സാധനത്തിന് എന്ത് ചെയ്യുക, നിങ്ങൾ ആക്ട് അപ്രൻറ്റീസ് 2024-25 എന്ന് പറയുന്ന അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഈ ഒരു 100 രൂപ പേയ്മെൻറ്റും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്തിടാം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഒക്കെ അപ്ലൈ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. മാർക്ക് എത്രയാണെന്നൊക്കെ ഉള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതൊന്ന് അപ്ലൈ ചെയ്തിടണേലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ IT കഴിഞ്ഞവർക്ക് ഇതൊരു പ്രത്യേക ഒരു ചാൻസ് ആയിരിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 12 ഓഗസ്റ്റ് ആണ്. അത് മറക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.